ദ്വിദിന UAE സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി ഖത്തറിലേക്ക് തിരിച്ചു. ദുബായ് ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുത്തു. 2 ദിവസത്തെ ഖത്തർ സന്ദർശനത്തിനിടെ ഖത്തർ അമീറുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ UAE സന്ദർശനത്തിന് പരിസമാപ്തിയായിരിക്കുകയാണ്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് അബുദാബിയിൽ 2 ദിവസ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി എത്തിയത്. അബുദാബി വിമാനമിറങ്ങി അദ്ദേഹത്തെ UAE പ്രസിഡന്റ് നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത്. ഇന്നലെ അദ്ദേഹത്തിന് അഖിലൻ മോദി എന്ന പ്രവാസി ഇന്ത്യക്കാരെ കാണുന്ന മഹാസമ്മേളനം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു പരിപാടി മാത്രമാണ് പ്രധാനമന്ത്രി ഇന്നലെ ഉണ്ടായിരുന്നത്. ഈ അഖിലൻ മോദി മഹാസമ്മേളനത്തിൽ മൂന്നാമതും അധികാരത്തിലെത്തിയാൽ ഇന്ത്യയെ മൂന്നാമത് വലിയ ശക്തിയാക്കി മാറ്റും, അതോടൊപ്പം തന്നെ 2047 ഇന്ത്യ വികസിത രാജ്യമാക്കി മാറ്റും എന്നതുൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ ഈ ഒരു അഖിലൻ മോദി മഹാസമ്മേളനത്തിൽ വെച്ച് പ്രധാനമന്ത്രി നടത്തിയിരുന്നു. അതോടൊപ്പം അബുദാബി ഖസറുൽ വതനിൽ വെച്ച് UAE പ്രസിഡന്റുമായും അദ്ദേഹം പ്രത്യേക കൂടിക്കാഴ്ച ഇന്നലെ നടത്തിയിരുന്നു. ഈ ഒരു കൂടിക്കാഴ്ചയിൽ വെച്ച് ഇന്ത്യയുടെ UPIയും UAEയുടെ ANIയും തമ്മിൽ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിൽ ബന്ധിപ്പിക്കാനുള്ള സുപ്രധാനമായ കരാറിൽ ഒപ്പിട്ടു. നിരവധി ഇന്ത്യക്കാർക്ക് ഗുണകരമാകുന്ന ഒരു പ്രഖ്യാപനമാണ് ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്ന് പ്രധാനമന്ത്രിക്ക് 2 പരിപാടികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ദുബായിൽ നടന്ന ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു. നമുക്കറിയാം, ലോക സർക്കാർ ഉച്ചകോടിയിൽ ഇന്ത്യ ആയിരുന്നു ഇത്തവണത്തെ അതിഥി രാജ്യം. ഉച്ചയോടുകൂടി ലോക സർക്കാർ ഉച്ചകോടിയിലെത്തിയ പ്രധാനമന്ത്രി ഇവിടെ ലോകരാജ്യങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സർക്കാരുകളാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യയെ മാറ്റത്തിന് വേണ്ടി എല്ലാ സർക്കാരുകളും ഉപയോഗിക്കാൻ തയ്യാറാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൃത്യമായ നിയമങ്ങൾ ഉണ്ടാകണമെന്നും പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. ഈ ഒരു സമ്മേളനത്തിൽ വെച്ച് UAE വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഇസാനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. വൈകിട്ടാണ് മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടി നടന്നത്. അത് അബുദാബിയിലെ BAPS ക്ഷേത്ര സമർപ്പണമായിരുന്നു. വൈകിട്ട് 5 മണിയോട് കൂടിയാണ് പ്രധാനമന്ത്രി ഈ ഒരു ക്ഷേത്ര സമർപ്പണത്തിനായി എത്തിയത്. ഇവിടെ വെച്ച് ഈ അബുദാബിയിലെ ക്ഷേത്രം ഭക്തർക്കായി പ്രധാനമന്ത്രി സമർപ്പിച്ചു. ഇന്ന് രാത്രിയോടുകൂടി അദ്ദേഹം ഖത്തറിലേക്ക് യാത്ര തിരിച്ചു.